Dear students, welcome to Learner's World. In this video, I'm going to talk about a play, Court, directed by Chaitanya Tamhane, FIUGP Semester 3, Science, Calicut University. Court, directed by Chaitanya Tamhane, is a Marathi language courtroom drama that presents a realistic and critical view of the Indian judicial system. കോട്ട് എന്ന് പറയുന്നത് ഒരു പ്ലേ ആണ്, ഒരു നാടകമാണ്. ചൈതന്യ തംഹാനെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2014 ഒരു മറാത്തി ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. കോടതി പശ്ചാത്തലത്തിലുള്ള ഒരു പ്ലേ ആണിത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ യാഥാർത്ഥ്യബോധത്തോടെയും ക്രിറ്റിസിസം രീതിയിലും അവതരിപ്പിക്കുന്ന ഒരു പ്ലേ ആണിത്. Rather than showing dramatic courtroom scenes, the film quietly reveals the slow, complicated and unfair nature of legal procedures. അപ്പോൾ ഇതിൽ സാധാരണ കോടതി സിനിമകളിലെ പോലെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ കാണിക്കുന്നതിന് പകരം നിയമ നടപടികളുടെ മന്ദഗതിയും സങ്കീർണതയും അനീതിയും ഒക്കെയാണ് ഇതിൽ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി 2026 ഒരു മൂവി, അതിൻ്റെ പേര് കറുപ്പ് എന്നാണ് തോന്നുന്നു, തമിഴ് മൂവിയാണ്. സൂര്യ, അതുപോലെ ഇന്ദ്രൻസ്, തൃഷ ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അത് ഈ ഒരു കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രാമയുമായിട്ട് സാമ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. It explores how outdated laws, social prejudice and bureaucracy affect the lives of ordinary people, especially those from marginalized communities. അപ്പോൾ ഈ ഡ്രാമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാലഹരണപ്പെട്ട നിയമങ്ങളും സാമൂഹിക മുൻവിധികളും ഉദ്യോഗസ്ഥ വ്യവസ്ഥയിലെ ചുവപ്പ് നാടയും സാധാരണക്കാരുടെയും പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. Chaitanya Tamhane is an Indian filmmaker known for his realistic and socially relevant films. അപ്പോൾ ചൈതന്യ തംഹാനെ സാമൂഹിക പ്രസക്തിയുള്ള യാഥാർത്ഥ്യ സിനിമകൾക്ക് പേരുകേട്ട ഒരു ഇന്ത്യൻ സംവിധായകനാണ്. Born in 1987, he made his directorial debut with Court. His filmmaking style is simple and natural. He uses long, still camera shots, avoids unnecessary background music, and present everyday life without exaggeration. അപ്പോൾ അദ്ദേഹം 1987 ജനിച്ചത്. കോട്ട് എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ദൈർഘ്യമേറിയ നിശ്ചല ക്യാമറ ഷോട്ടുകളും വളരെ കുറഞ്ഞ പശ്ചാത്തല സംഗീതവും അതുപോലെ സ്വാഭാവികമായ അഭിനയമൊക്കെ നമുക്ക് കാണാൻ കഴിയും. His films encourage audience to think deeply and form their own opinions instead of giving direct answers. Inspired by filmmakers like Satyajit Ray and the Darden brothers, Tamhane focuses on honest storytelling and important social issues. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രേക്ഷകരെ സ്വയം ചിന്തിക്കാനും സ്വന്തം അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. സത്യജിത് റായിയുടെയും അതുപോലെ ഡാർഡൻ സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ സിനിമാ ശൈലിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The story of Court revolves around Narayan Kamble, an elderly folk singer, poet and social activist. അപ്പോൾ ഈ ഒരു ഡ്രാമയിൽ ഉള്ള സ്റ്റോറിയിൽ ഒരു ക്യാരക്ടറാണ് നാരായൺ കാംബ്ലെ എന്ന് പറയുന്നത്. ഒരു വയോധികനാണ്. നാടൻ ഗായകനായും കവിയായും അതുപോലെ സാമൂഹിക പ്രവർത്തകനൊക്കെയാണ് അദ്ദേഹം. അപ്പോൾ അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. ഹി പെർഫോം സോങ്സ് ദാറ്റ് സ്പീക്ക് അബൌട്ട് ദ സ്ട്രഗിൾസ് ഓഫ് പുവർ ആൻഡ് ഓപ്രസ്ഡ് പീപ്പിൾ. One day he is arrested on the charge of abetment to suicide after a sewer worker dies. The police claim that the worker was influenced by Camble's song
and committed suicide because of it. Although there is very little evidence, Campbell is forced to face a long legal battle. അപ്പോൾ അദ്ദേഹം ക്യാമ്പിള എന്ന് പറയുന്നത് ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ജീവിത പ്രശ്നങ്ങൾ പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു ഈ ഓടയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു തൊഴിലാളി ആത്മഹത്യ ചെയ്തു. അതിനെ തുടർന്ന് കാംബ്ലയുടെ പാട്ട് കേട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു. വ്യക്തമായ തെളിവുകളില്ലെങ്കിലും കാംബ്ലയ്ക്ക് ദീർഘമായിട്ടുള്ള നിയമ പോരാട്ടം നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഇൻസിഡൻ്റാണ് ഇതിൽ പറയുന്നത്. As the trial continues, the film exposes the weaknesses of the Indian legal system. Instead of focusing on truth and justice, the court follows outdated laws and lengthy procedures. അങ്ങനെ വിചാരണ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ നിരവധി പോരായ്മകൾ ഈ ഒരു ഫിലിമിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സത്യത്തിനും നീതിക്കും പ്രാധാന്യം നൽകുന്നതിനേക്കാൾ കാലഹരണപ്പെട്ട നിയമങ്ങളും നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളുമാണ് കോടതിയെ മുന്നോട്ട് നയിക്കുന്നത്. Hearing are repeatedly postponed, technical formalities delay the case, and justice become slow and difficult to achieve. The film shows that the legal system often values procedure more than fairness. കേസുകൾ വീണ്ടും വീണ്ടും മാറ്റിവെക്കപ്പെടുകയും സാങ്കേതിക നടപടിക്രമങ്ങൾ നീതി വൈകിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിലൂടെ നടപടിക്രമങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും നീതി പലപ്പോഴും പിന്നിലാകുന്നുവെന്നും ഒക്കെ നമുക്ക് ഈ ഒരു കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലൂടെ നമുക്ക് കാണാൻ കഴിയും. The film also introduces three main people involved in the case: the public prosecutor, the defense lawyer, and the judge. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, അതുപോലെ ഡിഫൻസ് ലോയർ, അതായത് എതിരായിട്ട് നിൽക്കുന്ന ഒരു അഭിഭാഷകൻ, പിന്നെ ഒരു ജഡ്ജി ഒക്കെ ഉണ്ട് ഇതിൽ. ഇറ്റ് ഷോസ് നോട്ട് ഓൺലി ദെയർ റോൾസ് ഇൻസൈഡ് ദ കോർട്ട് റൂം ബട്ട് ഓൾസോ ദെയർ പേഴ്സണൽ ലൈവ്സ് ഔട്ട്സൈഡ് ഇറ്റ്. അപ്പോൾ ഇതിൽ കോടതി ജീവിതവും അവരുടെ വ്യക്തി ജീവിതവും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The prosecutor is shown as an ordinary middle-class woman who strongly believes in following the law. The defense lawyer is young, educated and liberal, trying to defend Campbell despite the challenges. The judge appears strict and traditional, following legal rules without questioning whether they are fair. അപ്പോൾ ഇതിൽ പ്രോസിക്യൂട്ടർ നിയമം കർശനമായി പാലിക്കുന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസ് വനിതയാണ്. എതിരായിട്ട് നിൽക്കുന്ന അഭിഭാഷകൻ യുവാവും പുരോഗമന ചിന്താഗതിയുള്ള ആളാണ്. ജഡ്ജി പരമ്പരാഗത നിയമങ്ങൾ ചോദ്യം ചെയ്യാതെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. By showing their everyday lives, the film suggests that personal beliefs, social background, caste and class influence the decisions people make in court. അപ്പോൾ ഇവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളും സാമൂഹിക പശ്ചാത്തലവും ജാതിയും വർഗവും എല്ലാം കോടതി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതായിട്ട് ഈ ഒരു മൂവി സൂചിപ്പിക്കുന്നുണ്ട്. One of the film's strongest messages is that the legal system is deeply influenced by social inequality. സാമൂഹിക അസമത്വം, സോഷ്യൽ ഇൻഇക്വാലിറ്റി, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ശക്തമായി സ്വാധീനിക്കുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രധാന സന്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ക്ലാസ് ഡിഫറൻസസ് ആൻഡ് പ്രെജുഡൈസ് അഫക്റ്റ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. Poor workers, activists and socially disadvantaged people often suffer because of a system that is slow, insensitive and disconnected from their realities. ജാതി വിവേചനം, വർഗവ്യത്യാസം, സാമൂഹിക മുൻവിധികൾ എന്നിവ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നീതി ലഭിക്കുന്നത് എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് ഈ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. ദരിദ്രരായിട്ടുള്ള ആളുകളും തൊഴിലാളികൾ, സാമൂഹിക പ്രവർത്തകർ, ഇവരൊക്കെ അനീതിക്ക് ഇരയാകുന്ന സാഹചര്യങ്ങളും നിയമങ്ങൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നതൊക്കെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. The film also criticizes the misuse of laws to silence dissent and discourage people from speaking against injustice. അതായത്
നിയമങ്ങൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ കഴിയും. അൺലൈക്ക് മോസ്റ്റ് കോർട്ട് റൂം ഡ്രാമാസ്, കോർട്ട് അവോയ്ഡ്സ് ഇമോഷണൽ സ്പീച്ചസ്, ഡ്രാമാറ്റിക് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് exciting confrontations. Instead, it presents legal proceedings exactly as they happen in real life, slow, repetitive, and often frustrating. സാധാരണ കോടതി സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന കോടതി ഉണ്ടല്ലോ, അവിടെ എന്താണ് വികാരഭരിതമായ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൂവിയിൽ നമുക്ക് വികാരഭരിതമായ പ്രസംഗങ്ങളോ നാടകീയമായ ഏറ്റുമുട്ടലുകളോ ഒന്നും നമുക്കിതിൽ കാണാൻ കഴിയില്ല. അതിന് പകരമായിട്ട് യഥാർത്ഥ ജീവിതത്തിലെ പോലെ മന്ദഗതിയിലുള്ളതും ആവർത്തനപരവും ചിലപ്പോൾ വിരസവുമായിട്ടുള്ള കോടതി നടപടികളാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. This realistic style helps the audience understand the everyday problems within the judicial system rather than treating the courtroom as entertainment. അപ്പോൾ ഇതിലൂടെ കോടതിയെ വിനോദം എന്നതിലുപരി സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. Tom Hanks' filmmaking style plays an important role in creating this realistic effect. He uses long, uninterrupted shots, static camera angles, and very little background music. The actors perform naturally without exaggerated emotions. This documentary-like style makes viewers feel like silent observers watching real events unfold. As a result, the film feels authentic and powerful. ചൈതന്യ തമ്ഹാനയുടെ സംവിധാന ശൈലി ചിത്രത്തിൻ്റെ യാഥാർത്ഥ്യബോധം വർദ്ധിപ്പിക്കുന്നു. ദൈർഘ്യമേറിയ ഷോട്ടുകൾ, നിശ്ചല ക്യാമറ, വളരെ കുറച്ച് പശ്ചാത്തല സംഗീതം, അതുപോലെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം എന്നിവ ചിത്രം ഒരു ഡോക്യുമെൻ്ററി കാണുന്ന അനുഭവം പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. പ്രേക്ഷകർ യഥാർത്ഥ സംഭവങ്ങളുടെ ഒരു നിശബ്ദ സാക്ഷികളായിട്ട് മാറുന്നുണ്ട്. കോട്ട് റിസീവ്ഡ് വൈഡ് സ്പ്രെഡ് പ്രൈസ് from critics around the world. It won the Best Film Award in the Horizon sections of the Venice Film Festival and several other international awards. It was also selected as India's official entry for the Best Foreign Language Film at the 88th Academy Awards. These achievements established Chaitanya Tamhane as one of the leading voices in contemporary Indian independent cinema. കോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ലോകമെമ്പാടും നിരൂപകരുടെ പ്രശംസ നേടി. വെനീസ് ഫിലിം ഫെസ്റ്റിവലിലെ ഹൊറൈസൺസ് വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ബഹുമതികൾ ചിത്രം നേടി. കൂടാതെ 88ാമത് അക്കാദമിക് അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായും ഈ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ നേട്ടങ്ങൾ ചൈതന്യ തമ്ഹാനയെ സമകാലിക ഇന്ത്യൻ സ്വാതന്ത്ര്യ സിനിമയിലെ പ്രമുഖ സംവിധായകരിൽ ഒരാളാക്കി മാറ്റി. ഓവറോൾ, Court is much more than a courtroom drama. It is a powerful social commentary on law, justice, power, and inequality. The film encourages viewers to question whether the legal system truly delivers justice or simply follow outdated rules. It also demonstrates the power of independent cinema to raise awareness about important social issues and to amplify the voices of marginalized people through its honest and realistic storytelling. Court remains an important film that continues to inspire discussions about judicial reform, social justice, and the role of art in bringing about change. അപ്പോൾ ഈ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൂവീൻ്റെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു കോടതി സിനിമ മാത്രമല്ല, നിയമം, നീതി, അധികാരം, സാമൂഹിക അസമത്വം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ സാമൂഹിക ഒരു വിമർശനമാണ് ഈ ഒരു ചിത്രം. യഥാർത്ഥ നീതി നിയമങ്ങൾ പാലിക്കുന്നതിൽ മാത്രമാണോ അതോ മനുഷ്യനീതിയിലും സമത്വത്തിലുമാണോ എന്ന ചോദ്യമാണ് ചിത്രം പ്രേക്ഷകരുടെ മുന്നിൽ ഉയർത്തുന്നത്. ഒരു സ്വതന്ത്ര സിനിമയ്ക്ക് സാമൂഹിക മാറ്റം സൃഷ്ടിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം ഉയർത്താനും കഴിയുമെന്ന് ഈ ഒരു കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തെളിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.